വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്നത് എപ്പിഫൈറ്റുകൾ. എക്സാമ്പിള് മരവാഴ, പിന്നെ ഓർക്കിഡ്. ഓക്കെ. അടുത്തത്, ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നവയെ പറയുന്ന പേര് പരാസസ്യങ്ങൾ. എക്സാമ്പിള് ഇത്തിൽക്കണ്ണിയാണ്. അടുത്ത ചോദ്യം, ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യം. ശവോപജീവി. എക്സാമ്പിൾ ആണ് പൂപ്പല്. അടുത്തത്, മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ ആരോഹികൾ. ഓക്കെ. അപ്പൊ ഈ ആരോഹികൾക്ക് ഉദാഹരണമാണ് കുരുമുളക്, പടവലം, പാവലെല്ലാം. നിരത്തുകൂടി പടർന്നു പോകുന്ന ദുർബല കാണ്ഡ സസ്യങ്ങൾക്ക് പറയുന്ന പേര് ഇഴവള്ളികൾ. എക്സാമ്പിള് മധുരക്കിഴങ്ങ്,